തൃക്കാക്കര ക്ഷേത്രത്തിൽ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവമാണ്. തിരുവോണ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ വിളക്ക് ഉത്സവമാണ് തുടങ്ങാൻ പോകുന്നത്. വിപണിയിലൊക്കെ തിരക്കായിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി പൂക്കടയിലൊക്കെ കയറി പൂവൊക്കെ വാങ്ങിയിട്ടാണ് പൂവൊക്കെ വെച്ചാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ പൂക്കളും പച്ചക്കറിയും ഓണക്കോടിയും ഒക്കെ വാങ്ങാനായിട്ടുള്ള ഓട്ടം രാവിലെ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. അഭിജിത്ത് മുഴക്കുന്നും അർജുൻ മട്ടന്നൂരുമാണ് നമുക്കൊപ്പം ചേരുന്നത്. അഭിജിത്ത് നിൽക്കുന്നത് കോഴിക്കോട് പാളയത്താണെങ്കിൽ അർജുൻ മട്ടന്നൂർ നമ്മുടെ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ആദ്യം അഭിജിത്തിലേക്ക് വന്നാൽ, അഭിജിത്ത് മുഴക്കുന്ന ഞാനും രാവിലെ ഒരു പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. വരുന്ന വഴിക്ക് നമ്മുടെ കാക്കനാട് ഇറങ്ങി കുറച്ച് പൂവൊക്കെ വാങ്ങി അതൊക്കെ വെച്ച് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താമെന്ന് കരുതി. അഭിജിത്ത്, കോഴിക്കോട് പാളയത്ത് പുരാട ദിവസത്തിലെ പുലർകാലം എങ്ങനെയുണ്ട്? സുജിയ, ഗുഡ് മോർണിംഗ്. ഇനി ഇതാ പൂരാടമായിരിക്കുന്നു ഇന്ന്. നാളെ ഇപ്പോൾ ഉത്രാടം, മറ്റന്നാൾ തിരുവോണം. അങ്ങനെ ആ ഒരു ഓണലഹരിയിലേക്ക് മലയാളികൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് പാളയത്തെ ഒരു പൂ മാർക്കറ്റിലാണ്. ഇവിടെ ഇപ്പോൾ രാവിലെ സജീവമായി വരികയാണ്. ഒട്ടനവധി പേർ പൂക്കളൊക്കെ വാങ്ങാൻ വേണ്ടി എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പൂക്കളമില്ലാതെ എന്ത് ഓണാഘോഷം എന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ രാവിലെ എത്തിയപ്പോൾ തന്നെ കുറച്ചധികം പേരുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഒന്നുകൂടി ഈ ഒരു പൂവിപണി സജീവമാവുക. പ്രധാനപ്പെട്ട കാര്യം, വലിയ ഒരു വിലയില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ വ്യാപാരികളൊക്കെ ആയി സംസാരിക്കുമ്പോൾ വലിയ വിലയില്ല എന്നാണ് അവർ പറയുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ എങ്ങനെ ഇപ്രാവശ്യം ഓണം എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, വൈഭവമാണ്. എന്താ നമ്മുടെ എവിടുന്നൊക്കെ നമ്മൾ പൂക്കൾ എത്തിക്കുന്നത്? ആൾക്കാരൊക്കെ എത്തുന്നുണ്ടോ? ബാംഗ്ലൂര്, ദിണ്ടുക്കൽ, ഗുണ്ടൽപേട്ട അവിടുന്നൊക്കെ വരുന്നു. ഏതായാലും ഓണം കളറാക്കും. എങ്ങനെയുണ്ട് ഓണം? എങ്ങനെയുണ്ട്? പൊളി വൈബാണ്. ഏത് മൂഡ്? പൊളിമൂട്. അപ്പോൾ ഇവിടെ ഇപ്പൊ സജീവാണ്. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോഴായിരിക്കല്ലേ കുറച്ചുകൂടി തിരക്കുണ്ടാവും. നാളെ ഇപ്പം ഉത്രാടായി, അത് കഴിഞ്ഞ് ഓണായി. അപ്പൊ നാളെ ഭയങ്കര തിരക്കായിരിക്കും. നാളെ മുള്ളാൻ പോലും ടൈം കിട്ടില്ല. അയ്യോ, അത്രയും തിരക്കായിരിക്കും. അയ്യോ, അങ്ങനെയൊന്നും തിരക്കാക്കരുത് കേട്ടോ അഭിജിത്തെ. ആലങ്കാരികമായിട്ട് അങ്ങനെ പറയുമെങ്കിലും ഡീഹൈഡ്രേഷൻ ഒന്നും ഉണ്ടാകാതെ വെള്ളം കുടിക്കുകയും കാര്യങ്ങളൊക്കെ സമയത്ത് സാധിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞേക്കോ. അഭിജിത്ത്, അവിടെ പൂവിന്റെ വിലയൊന്ന് ചോദിക്കുമോ? ഞാൻ ഇന്ന് രാവിലെ പോയപ്പോഴേക്കും ഞാനൊരു കാര്യം പറയാം. അതായത് ഇവിടെ കൊച്ചിയിൽ ഇപ്പൊ നമുക്ക് അർജുനോട് അത് ചോദിക്കാം. കൊച്ചിയിൽ ഇപ്പോൾ മുല്ലപ്പൂവിനൊക്കെ 80 രൂപയാണ്. 80 രൂപ. അതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടുള്ള പൂവാണെന്നുണ്ടെങ്കിൽ 60 രൂപ. അങ്ങനെ 60-80 റേഞ്ചിലാണ്. അത് ഓണമാകുമ്പോഴേക്കും ചിലപ്പോൾ 100 ആകാൻ സാധ്യതയുണ്ട്. അവരോട് ചോദിച്ചേ, ഒന്ന് ഓണമാകുമ്പോഴേക്കും, പ്രത്യേകിച്ച് ഉത്രാടത്തിനും തിരുവോണത്തിനുമാണല്ലോ കൂടുതൽ ആളുകളും വന്ന് പൂ വാങ്ങിക്കുക, പ്രത്യേകിച്ച് മുല്ലപ്പൂ വാങ്ങിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വിലയിൽ നിന്ന് നിങ്ങൾ എത്ര 20 ആണോ അതോ 40 ആണോ കയറ്റി പിടിക്കാൻ? അവർക്കൊരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ, അതുകൂടി നമുക്കൊന്ന് അറിഞ്ഞു വെക്കാം. അതായത് ഇപ്പൊ സുജിയ ചോദിക്കുന്നത്, ഇവിടെ ഇപ്പം പൂക്കൾ ഇന്നുണ്ട്, അപ്പൊ നാളെ ഉത്രാടാണ്, ഓണാണ്. അപ്പൊ അതിനനുസരിച്ച് വില കുറച്ച് കൂടുവോ? എങ്ങനെയായിരിക്കും വിലയുടെ ഒരു മാറ്റം ഉണ്ടാവുക എന്ന് ചോദിക്കുന്നത്? ചിലപ്പം കൂടാം, ചിലപ്പം കുറയാം. എങ്ങനെയായിരിക്കും ഇതിപ്പോ? ഏകദേശം ഇതിനിപ്പോ എത്രയുണ്ട്? നാളെ ഒരു പക്ഷേ ഇപ്പം 400 രൂപ കിലോ. ചിലപ്പം നാളെ 500 ആവാം, ചിലപ്പം കുറയാം. ഏതിനാ സാധ്യത? ഇപ്പൊ ഏതിനാ കുറയാൻ ചാൻസ് ഉണ്ട്? കുറയാനാണ് സാധ്യത. അതേതായാലും കുറയാനാണ് സാധ്യത എന്നാ പറയുന്നത്. കാരണം ആൾക്കാർ എത്തണല്ലോ. പിന്നെ ഈ മുല്ലപ്പൂവൊക്കെ ഉണ്ട് ഇവിടെ. മുല്ലപ്പൂ ഉണ്ട്. അതിനൊക്കെ എങ്ങനെയാ? മുളത്തിന് 50 രൂപ 70 രൂപ. സുജിയ മുല്ലപ്പൂവിന്റെ കാര്യം പ്രത്യേകിച്ച് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. 50 രൂപ 70 രൂപ ഉണ്ട്. എത്രയാ? 50. മുളത്തിന് 50 രൂപ. 50. അതൊരു നോർമൽ റേറ്റ് ആണ്. നോർമൽ റേറ്റ്. അപ്പൊ 50 രൂപയ്ക്ക് ഉണ്ട് എന്നാണ് സുജിയ പറയുന്നത്. സുജിയക്ക് മുല്ലപ്പൂ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം, പാളയത്ത് വന്നിട്ട് മുല്ലപ്പൂ വാങ്ങാം. പക്ഷെ അവിടെ വരെ വലിയ റേറ്റ് ഇല്ല എന്നാണ് ഇപ്പോൾ ഇവര് പറയുന്നത്. ഒരു പക്ഷെ അതെ, പക്ഷെ ഇവിടെ കൊച്ചിയിൽ ഇച്ചിരി കൂടുതലാണ്. അതൊരു പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു പാഴ്സൽ. പക്ഷെ ഇവിടെ വരുമ്പോൾ വാടി പോകും, അത് വേണ്ട. ഒരു കാര്യം ചെയ്യാം, അവിടെ കോഴിക്കോട്ട് വരുമ്പോൾ നമുക്ക് പാളയത്ത് വന്ന് പൂവൊക്കെ വെക്കാം. എന്തായാലും തൽക്കാലം ഞാൻ ഇവിടെ കാക്കനാട് നിന്ന് വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അർജുൻ മട്ടന്നൂർ കാണിച്ചു തന്ന കടയാണ്. ഞാനൊന്ന് അർജുന്റെ അടുത്തേക്ക് പോവാണ്. അടുത്ത പ്രാവശ്യം പാളയത്ത് നിന്ന് വാങ്ങാം. ഓക്കെ, ഞാനപ്പോൾ അർജുൻ മട്ടന്നൂരിലേക്ക് പോവാണ്. നമ്മുടെ തൃക്കാക്കര ക്ഷേത്രത്തിലാണ് അർജുൻ മട്ടന്നൂർ നിൽക്കുന്നത്. അർജുൻ മട്ടന്നൂർ, രാവിലെ തൃക്കാക്കര ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ശാന്തമായ സമാധാനമുള്ള ഒരു അന്തരീക്ഷമാണ് മറ്റു ദിവസങ്ങളിൽ. പക്ഷേ ഓണക്കാലമാകുമ്പോൾ ഉത്സവമാണ്. എന്നും വൈകുന്നേരം കലാപരിപാടികളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാബാസ് ലേബിയൊക്കെ പരിപാടികളൊക്കെ കാണാൻ പോയെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഇന്നത്തെ രാവിലെ, അതായത് പൂരാടമാകുമ്പോഴേക്കും അവിടെ ചടങ്ങുകൾക്കും കൂടി തുടക്കമാവുകയാണ്. ചെറിയ വിളക്കടക്കമുള്ള ചടങ്ങുകളുണ്ട്. ഉത്സവത്തിന്റെ തിരക്ക് എങ്ങനെയുണ്ട്? തൃക്കാക്കര ക്ഷേത്രത്തിലെ പരിസരത്തെ ഇന്നത്തെ കാഴ്ചകൾ? സുജയ, ഈ ഓണ ദിവസങ്ങളിൽ ഉത്സവം നടക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ഇവിടെ നമുക്ക് കാണാം രാവിലെ മുതൽ തന്നെ നിരവധി ആളുകൾ, ഈ വിശ്വാസികളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഒരു തിരക്കായി വരുന്നതേ ഉള്ളൂ എന്നാണ് ഈ ക്ഷേത്രം
അധികൃതരോട് നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത്, പ്രത്യേകിച്ച് ഒരു 9 മണിക്ക് ശേഷമാണ് ഓണസദ്യ. എല്ലാ ദിവസവും ഈ 10 ദിവസവും സദ്യയുണ്ട്. നാളെ ഉത്രാട സദ്യക്ക് തിരക്കേറും, മറ്റന്നാൾ തിരുവോണ സദ്യയുണ്ട്. എന്തായാലും ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ആ സമയമാകുമ്പോഴേക്കും വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും കലാപരിപാടികൾ ഉണ്ടാകും, കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. ഇപ്പോൾ എന്തായാലും രാവിലെ പ്രധാനപ്പെട്ട ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില ആചാര പരിപാടികൾ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള കലാപരിപാടികളും മറ്റും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക എന്നതാണ് ക്ഷേത്രം അധികൃതർ പറയുന്നത്. എന്തായാലും ഇവിടെ നമ്മൾ ഈ സുജയ പറഞ്ഞതുപോലെ പൂക്കൾ ഈ പരിസരത്ത് ഉണ്ടോ എന്ന് അന്വേഷിച്ചു. എന്തായാലും രാവിലെ ഈ പരിസരത്ത് പൂക്കളൊന്നും തന്നെ വിൽക്കുന്നില്ല, അത്തരത്തിൽ കാണുന്നില്ല. എന്തായാലും വൈകുന്നേരമാകുമ്പോഴേക്കും കൂടുതൽ പൂവിപണിയൊക്കെ തന്നെ ഇവിടേക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇവിടെ ചെറിയ പൂരമുണ്ട്, ആനകളൊക്കെ എഴുന്നള്ളിക്കൊണ്ടുള്ള പൂരം ഇന്നുണ്ട്. നാളെ ഇത്തരത്തിൽ ഉത്രാട സദ്യയുണ്ട്. തിരുവോണ ദിനത്തിൽ രാവിലെ മഹാബലിയെ എഴുന്നള്ളിക്കുന്ന ചടങ്ങുണ്ട്. അതിനുശേഷം തിരുവോണ സദ്യയുണ്ട്. അത്തരത്തിൽ 10 ദിവസവും വിപുലമായ ആഘോഷങ്ങളാണ്, വിപുലമായ പരിപാടികളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. എന്തായാലും ഇപ്പോൾ വിശ്വാസികളൊക്കെ തന്നെ ഇത്തരത്തിൽ പലരും പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നത് നമുക്ക് കാണാം. ഇനിയിപ്പോൾ ചെറുപൂരത്തിനായുള്ള കാത്തിരിപ്പാണ്. അവിടെ ഇപ്പോൾ കാണുന്നത് പോലെയല്ല, വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ തിങ്ങി നിറഞ്ഞ. പിന്നെ അതുപോലെ തന്നെ സദ്യയുടെ കാര്യം കൂടി പറയൂ അർജുൻ. തൃക്കാക്കര ക്ഷേത്രത്തിലെ സദ്യ, ആ സദ്യ കഴിക്കാനായിട്ട് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തിക്കും തിരക്കുകയാണ് എല്ലാ വർഷവും. ഇത്തവണയും വിപുലമായ ഒരുക്കങ്ങളാണോ തൃക്കാക്കരയിലെ ഓണം ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള സദ്യക്ക്? തീർച്ചയായും സുജയ, രാവിലെ ഏതാണ്ട് ഒരു 9 മണി മുതൽ തന്നെ സദ്യ തുടങ്ങും. പല ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ സദ്യ കഴിക്കാൻ വേണ്ടി എത്തുന്നത്. എല്ലാവർക്കും സദ്യ ഒരുക്കുന്നുമുണ്ട് ഇവിടെ. അത്തരത്തിൽ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. ചേട്ടാ, സ്ഥിരമായി വരാറുണ്ടോ? ഇല്ല, സ്ഥിരമായി വരാറില്ല. ഞങ്ങൾ ഇത്തിരി ദൂരെ നിന്ന് വരുന്നില്ല, സ്ഥിരമായിട്ട് വരാറില്ല. എങ്കിലും വരണം എന്നുള്ള ആഗ്രഹം എപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, സാധിക്കാറില്ല. എങ്കിലും ഇന്നിപ്പം നിർബന്ധം എങ്ങനെയായിട്ടും വന്നതാണ് നമ്മൾ ഇവിടെ തൊഴാൻ വേണ്ടി. അതോടൊപ്പം തന്നെ സുജയ, നമുക്ക് ഈ ഇവിടെ ഓണത്തപ്പൻ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. തൃക്കാക്കരയപ്പൻ അഥവാ ഓണത്തപ്പൻ എന്നൊക്കെ പറയുന്ന നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. ചേച്ചി തന്നെയാണോ ഉണ്ടാക്കുന്നത്? വരുന്നവരൊക്കെ വാങ്ങാറുണ്ടോ? എല്ലാവരും ഇല്ല, ആവശ്യമുള്ളവരൊക്കെ മേടിക്കും. എത്ര കാലം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്? കുറെ കാലം കൊണ്ട്? 10-23. ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷെ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് 21 വർഷം. അത്തരത്തിലാണ് സുജയ. ഈ ക്ഷേത്രത്തിന്റെ തൊട്ട് പുറത്ത് തന്നെ ചേച്ചി, ലീല ചേച്ചി എന്നാണ് പേര്. ചേച്ചി ഇത്തരത്തിൽ തൃക്കാക്കരയപ്പൻ അഥവാ ഓണത്തപ്പനൊക്കെ തന്നെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. വരുന്ന വിശ്വാസികളൊക്കെ തന്നെ ഇവിടുന്ന് ഓണത്തപ്പൻ വാങ്ങിക്കൊണ്ടാണ് പലപ്പോഴും പോകാറുള്ളത്. എന്തായാലും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതൊരു സെറ്റായിട്ടാണ് വാങ്ങിക്കേണ്ടത്. അത് വെച്ചിട്ടാണ് വലിയ പൂക്കളം നമ്മൾ ഇടുക. 10ാം ദിനത്തിലെ പൂക്കളം അല്ലെങ്കിൽ തിരുവോണ പൂക്കളത്തിലേക്ക് വരുമ്പോഴേക്കും മൊത്തത്തിൽ നല്ല കളറായി എല്ലാ നിറങ്ങളും ചേരുന്ന ഒരു പൂക്കളം. അപ്പോൾ ആ പൂക്കളം ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. നമ്മുടെ AR/VR XR ന്യൂസ് സ്റ്റുഡിയോയിലും ആ പൂക്കളം പ്രേക്ഷകർക്ക് ഇതിനകം തന്നെ നിങ്ങൾ കണ്ടു കാണും. അതോടൊപ്പം കൂടുതൽ ഓണക്കാഴ്ചകളിലേക്ക് നമുക്ക് പോകണം.